നമസ്കാരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഈ മാടമ്പിത്തരം കാട്ടുന്നത്? അദ്ദേഹം മാടമ്പിത്തരം കാട്ടുന്നു തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന അക്കാദമി കൗൺസിലിലെ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രഞ്ജിത്ത് മാടമ്പിത്തരം കാട്ടുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഒരു ചെറിയ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. സ്കൂളിൽ ക്ലാസ്സിൽ മുറിക്കകത്ത് ജനലിൽ കൂടി മൂത്രമൊഴിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ കൈയോടെ പിടിക്കുന്നു. കൈയോടെ പിടിച്ചിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു. അവനെ ഒരു ദിവസം താക്കീത് ചെയ്ത് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് ക്ലാസ് റൂമിൽ നിന്നും കുട്ടികളുടെ പരാതി വന്നു. അധ്യാപകൻ പറഞ്ഞു, സാറേ അവൻ വീണ്ടും ജനലിൽ കൂടി മൂത്രമൊഴിച്ചു എന്നുള്ള പരാതി വന്നു. അധ്യാപകൻ വന്നപ്പോൾ അവൻ ജനലിൽ കൂടി മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് വീണ്ടും. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി നിന്നെ വെച്ചുകൊണ്ടിരുത്താനൊക്കില്ല, നിന്നെ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രക്ഷാകർത്താവിനെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ രക്ഷാകർത്താവ് വന്നില്ല, പല ദിവസവും വന്നില്ല. അവസാനം ഇവൻ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു ക്ലാസ് റൂമിൽ. അപ്പോൾ അധ്യാപകൻ നേരെ ഈ വിദ്യാർത്ഥിയെയും കൊണ്ട് നേരെ ഈ രക്ഷാകർത്താവിൻ്റെ ഇവൻ്റെ വീട്ടിലേക്ക് പോകണം. രക്ഷാകർത്താവിനെ നേരിട്ട് കണ്ട് പരാതി പറയാൻ. ഇവൻ ഇനി ഇങ്ങനെ പോയാൽ ഇവനെ നിങ്ങളും കൂടി ശാസിക്കണം, ഇങ്ങനെ പോയാൽ ക്ലാസ്സിലിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്ഷാകർത്താവിനോട് പരാതി പറയാൻ വേണ്ടിയിട്ടും ഗുണദോഷിക്കാൻ വേണ്ടിയിട്ടും അധ്യാപകൻ ഈ പയ്യനെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ രക്ഷാകർത്താവ് മുറ്റത്ത് നടന്ന് മൂത്രമൊഴിക്കുന്നതാണ് കണ്ടത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ എന്തിനീ ചെറിയ കഥ പറഞ്ഞു എന്നുള്ളത്, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് മാടമ്പിത്തരം കാണിക്കുന്നു, ഏകാധിപത്യം കാണിക്കുന്നു. അയാൾ കൗൺസിലിനെ അംഗീകരിക്കുന്നില്ല, കൗൺസിൽ അംഗങ്ങളെ മുഴുവനും വെറും നോക്കുകുത്തിയാക്കി വയ്ക്കുന്നു. അതുകൊണ്ട് രഞ്ജിത്ത് അയാൾക്ക് തോന്നും പോലെയാണ് അക്കാദമിയിൽ പറയുന്നത്. മാത്രമല്ല വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ അയാൾ പലതും പറയുന്നു. അയാൾക്ക് ആരും നിയന്ത്രിക്കാൻ അയാളെ ഇല്ല എന്നൊക്കെ കൗൺസിലെ അംഗങ്ങൾ പറയുക. ഇപ്പോൾ ചലച്ചിത്ര ഫെസ്റ്റിവൽ നടക്കുമ്പോഴും IFFK നടക്കുമ്പോഴും അവിടെ പോലും ഈ പ്രതിഷേധം ഉയരുകയും കൗൺസിൽ അംഗങ്ങൾ സമാന്തരമായി യോഗം ചേരുകയും അവർ ഇദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു സർക്കാരിനോട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് തൊട്ടപ്പുറത്ത് ഈ രഞ്ജിത്ത് പറയുന്ന ഒരേ ഒരു ധൈര്യം, അദ്ദേഹത്തിന് ഈ നാടമ്പിത്തരം കാണിക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കാരണം പിണറായി വിജയൻ നടത്തുന്നത് ഇതിൻ്റെ അപ്പുറമാണ്, മാടമ്പിത്തരമാണ്. അപ്പോൾ രഞ്ജിത്ത് ഒരു ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ നേതാവായിരുന്നിട്ട് കൂടിയും അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനായിരുന്നിട്ട് കൂടിയും ഇത്രയും മാടത്തരം കാണിക്കുമ്പോൾ ഇതിൻ്റെ 100 ഇരട്ടി മാടത്തരമാണ് നമ്മുടെ ഭരണത്തിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നത്. ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ജനത. ഇപ്പോൾ രാജദോസ് എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തും കാണുന്നതും ഈ മാടമ്പിത്തരം തന്നെയാണ്. പലപ്പോഴും ഈ പ്രതിഷേധിക്കുന്നവരെ തല്ലി ഒതുക്കുമ്പോൾ അതിനെല്ലാം ന്യായീകരിക്കുന്നു. അവസാന നിമിഷം വരെയും അദ്ദേഹം ന്യായീകരിക്കുന്നു. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് ഗൺമാൻ ഇറങ്ങി വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ തലക്കടിച്ച് ഗുരുതരമായി പരിക്ക് വരുത്തിയിട്ടും അതിനെയും ന്യായീകരിക്കുന്നു. അപ്പോൾ അതാണ് മാടമ്പിത്തരം എന്ന് പറയുന്നത്. ആ മാടമ്പിത്തരം നിലനിൽക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ മാടമ്പിത്തരം എന്ത് ചെറുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല രഞ്ജിത്ത് പറയുന്നതും ഞാൻ രാജിവെക്കാം, മുഖ്യമന്ത്രി പറയട്ടെ എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ഭംഗിയായിട്ട് രഞ്ജിത്തിന് അറിയാം. അദ്ദേഹം എന്നെക്കാളും വലിയ മാടമ്പി ആയതുകൊണ്ട് ആ മാടമ്പിത്തരം അദ്ദേഹം അംഗീകരിക്കും എന്ന് തന്നെയാണ് രഞ്ജിത്തിൻ്റെ വിശ്വാസം. മാത്രമല്ല രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് എനിക്ക് ഓർമ്മിക്കുന്നത്. ഈ രഞ്ജിത്തിൻ്റെ വകുപ്പ് അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ഭരിക്കുന്ന ഒരു മന്ത്രിയുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് സജി ചെറിയാനാണ്. ആ സജി ചെറിയാൻ പോലും നിഷ്പ്രഭമാകുന്ന ഒരു പ്രയോഗങ്ങളാണ് ഈ രഞ്ജിത്ത് നടത്തിയിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഈ കഴിഞ്ഞ അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യമന്ത്രി വരുമോ എന്നത് വളരെ അനിശ്ചിതമായിരുന്നു. മുഖ്യമന്ത്രി വരാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ വരില്ല എന്നൊക്കെയാണ് തോന്നിയത്. അങ്ങനെ രഞ്ജിത്ത് മന്ത്രിയോട് ബന്ധപ്പെട്ടു. മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി വരുമോ ചടങ്ങിൽ? കാരണം മുഖ്യമന്ത്രി വരണമല്ലോ, വരുമോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, എനിക്കറിയില്ല, അത് വരുമോ എന്ന് എനിക്കൊരു നിശ്ചയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മന്ത്രി വന്നു, മുഖ്യമന്ത്രി ചടങ്ങിൽ വന്നു. എങ്ങനെയെന്നറിയാമോ? ഞാൻ വിളിച്ചതുകൊണ്ട്, ഞാൻ പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രി ചടങ്ങിൽ വന്നു. അവിടെ ഈ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിഷ്പ്രഭമായി പോയി വെറും നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആ മടമ്പിത്തരം അദ്ദേഹത്തിനുണ്ട്. ആ മടമ്പിത്തരം ഉണ്ടാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ തണലിൽ കഴിയുന്നത് കൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രി ഇതിൻ്റെ
10 മാടമ്പ്യത്തരം കാണിക്കുന്നു. നമ്മൾ കേരള ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, സഹി കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ചലച്ചിത്ര അക്കാദമിയും കൂടുതൽ സഹി കെട്ട് പോകേണ്ട അവസ്ഥ വരും. എന്നിട്ട് മാത്രമേ ഇനി ഈ മാടമ്പി, ചലച്ചിത്ര അക്കാദമിയിലെ മാടമ്പി മാറണോ വേണ്ടേ എന്ന് നമ്മുടെ ഭരണത്തിലെ മാടമ്പി തീരുമാനിക്കും.